നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നിരന്തരമായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും RRB ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പൊതുവിജ്ഞാനമായിരുന്നു നമ്മുടെ ടോപ്പിക്കുകൾ. ഇനി മുതൽ വരുന്ന ക്ലാസ്സുകളിൽ ഇംഗ്ലീഷും റീസണിങ്ങും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പുതിയൊരു ബുള്ളറ്റ് തുടങ്ങുകയാണ്. കഴിഞ്ഞ തവണ കണ്ടിന്യൂ ചെയ്തതിൻ്റെ ക്ലാസ്സുകൾ ഉടൻ ഉണ്ടാവും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ക്യാപ്സ്യൂൾസ് ആണ്. പൊതുവേ കണ്ടുവരുന്ന ചില ഏരിയാസ് ഉണ്ടാവും. നമ്മളിതിനു മുമ്പും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്തിരുന്നു. ട്രാവലേഴ്സ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ ചെയ്തിരുന്നു. ഇന്നും അത്തരത്തിലുള്ളൊരു ക്യാപ്സ്യൂളാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇൻസ്ക്രിപ്ഷനുകളാണ്. എല്ലാ ഇൻസ്ക്രിപ്ഷനുകളും ഇല്ല. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 4 ഇൻസ്ക്രിപ്ഷനുകളാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ എല്ലാം കണ്ടിന്യൂറ്റി ഉണ്ടാവും ക്ലാസ്സുകൾ. ആ കണ്ടിന്യൂറ്റി ക്ലാസ്സുകളിൽ ബാക്കിയുള്ള ഓരോ ഇൻസ്ക്രിപ്ഷനുകളും അതിൻ്റെ ഇമ്പോർട്ടൻസുകളും പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ഡൈമെൻഷനുകളും മാത്രം ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാം. അതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായും നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇമ്പോർട്ടൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ്. എന്താണ് ഇൻസ്ക്രിപ്ഷൻ? അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഒന്ന് പറഞ്ഞു പോകാം. എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. എങ്കിലും നമുക്കൊന്ന് അറിയണ്ടേ, നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നെങ്കിലും നമ്മൾ അറിയണം. എന്താണ് ഇൻസ്ക്രിപ്ഷൻ? Inscriptions were the writings engraved on hard surface. They were written mostly on rock, stone, walls, buildings, metals. ഇത്രയുമാണ്. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ കാലങ്ങളിൽ രാജാക്കന്മാർ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, they depict important events of the past. അവർ നേടിയെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ അവരുടെ കണ്ടംപററി ആയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഹാർഡ് സർഫസിൽ നഷ്ടപ്പെട്ടു പോകാത്ത, പൊതുജനങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു വലിയ സർഫസിൽ എന്ത് ചെയ്യുന്നു? ചരിത്ര പുരുഷനാകാൻ വേണ്ടി രേഖപ്പെടുത്തി വെക്കുന്ന റൈറ്റിങ്ങുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസ്ക്രിപ്ഷൻസ്. ഏതൊക്കെ മെറ്റീരിയലിലാവാം? റോക്സിലാവാം, സ്റ്റോൺസിലാവാം, വാൾസിലാവാം, ബിൽഡിങ്ങുകളിലാവാം, അല്ലെങ്കിൽ മെറ്റൽസിലാവാം. മെറ്റൽസിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചേക്കുക, മോസ്റ്റ് ഓഫ് ദ കേസിലും കോപ്പറിലായിരിക്കും. മനസ്സിലായില്ലേ? അയണിൽ പൊതുവെ വളരെ റെയറാണ്. ഉണ്ട്, അയണിലും ഉണ്ട്. കൂടുതലും ചെമ്പ് പട്ടയങ്ങളിലാണ്. അതിനെ നമ്മൾ ചെപ്പേടുകൾ എന്ന് മലയാളത്തിൽ വിളിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും ഒരു ജസ്റ്റ് ഒരു അവയർനെസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ആദ്യത്തെ ഇൻസ്ക്രിപ്ഷനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ഇൻസ്ക്രിപ്ഷനാണ് ഹദിഗുംഫ ഇൻസ്ക്രിപ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹദിഗുംഫ ഇൻസ്ക്രിപ്ഷൻ. ഇത് ഒരു 17 ലൈൻ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇതിൻ്റെ ഭാഷ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രാകൃത് ലാംഗ്വേജ് ആണ്. ഇനിയും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾക്കത് സംശയം ഉണ്ടാവും ചിലർക്കെങ്കിലും. മറ്റൊന്നുമല്ല, നിലവിൽ നമ്മൾ വാട്സാപ്പിലൊക്കെ SMS അയക്കുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് അയക്കുന്ന ഒക്കെ രീതികളുണ്ടാവും അല്ലേ? പൊതുവേ ചിലർ എന്ത് ചെയ്യും? ഇപ്പം നിലവിൽ മംഗ്ലീഷൊക്കെ വന്നുകൊണ്ട് മലയാളത്തിൽ തന്നെ അയക്കും. ഇനി അതില്ലാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നീ എവിടെയാ, നീ അടിച്ചിട്ട് എവിടെയാണ് എന്ന് ഇംഗ്ലീഷിൽ തന്നെ അടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ മലയാളവും സ്ക്രിപ്റ്റ് ഇംഗ്ലീഷുമാണ്. അതുതന്നെയാണ് നമ്മൾ എവിടെയും കാണുന്നത്. ഇവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ പ്രാകൃതമാണ്. നമ്മുടെ സംസ്കൃതത്തിൽ നിന്നൊക്കെ രൂപപ്പെട്ട് ഹിന്ദിയുടെയോ മറാഠിയുടെയൊക്കെ ഒരു ഏൻഷ്യൻ്റ് ഒരു ഭാഷ പോലുള്ളൊരു ഭാഷയാണ് ഈ പറയുന്ന പ്രാകൃത്. ഈ പ്രാകൃത ഭാഷ എഴുതിയിരിക്കുന്ന ഏതിലാണ്? അന്നത്തെ ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്ക്രിപ്ഷനാണ് എന്ത്? ഹദിഗുംഫ ഇൻസ്ക്രിപ്ഷൻ. ഇനി ഇത് എവിടെയാണ്? ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഉദയഗിരി ഹിൽസിലാണ്. ഈ ഉദയഗിരി ഹിൽസ് എവിടെയാണ്? അത് ഭുവനേശ്വർ ആണ്. ഭുവനേശ്വർ ഒഡീഷയിലാണ്. അപ്പം ഹദിഗുംഫ ഇൻസ്ക്രിപ്ഷൻ എവിടെയാണ്? ഹദിഗുംഫ ഇൻസ്ക്രിപ്ഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒഡീഷയിലാണ്. ഒഡീഷയിൽ എവിടെയാണ്? ഭുവനേശ്വറിലാണ്. ഭുവനേശ്വറിൽ എവിടെയാണ്? ദാറ്റ്സ് ഇൻ ഉദയഗിരി ഹിൽസ്. അപ്പം ചോദ്യത്തിൽ ഏത് രീതിയിൽ ഓപ്ഷൻ വന്നാലും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി അത് ഏത് ലാംഗ്വേജിലാണ്? ഇത് ലാംഗ്വേജ് ഏതാണ്? പ്രാകൃതിയാണ്. സ്ക്രിപ്റ്റ് ഏതാണ്? ബ്രഹ്മിയാണ്. ഇനിയും ഇത് ഏത് കാലഘട്ടത്തിലാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിക്കും. വളരെ കുറഞ്ഞ ചാൻസേ ഉള്ളൂ, എങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഏതാണ്ട് 2nd സെഞ്ച്വറി BC മുതൽ 1st സെഞ്ച്വറി CE വരെയാണ്. അതായത് ക്രിസ്തുവിന് 2 നൂറ്റാണ്ട് മുമ്പോ 2 നൂറ്റാണ്ടിന് ശേഷമോ ഒക്കെയുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നു. ഇതാരാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്? അതൊരു ചോദ്യമാണ്, വരാൻ സാധ്യതയുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രാജാവിൻ്റെ പേര് കരവേലയാണ്.
ഇത് കലിംഗ എന്ന് പറയുന്ന റീജിയൻ. അതായത് കലിംഗ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ഒറീസയുടെ മേഖലയാണ്. കലിംഗ യുദ്ധം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഒറീസയ്ക്ക് വേണ്ടി നടന്ന യുദ്ധമാണ്. അപ്പൊ കലിംഗ അല്ലെ രാജാവായ കരവേലനാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കരവേലന്റെ പ്രത്യേകത എന്താണ്? കരവേലൻ ഒരു ജെയിൻ കിങ് ആയിരുന്നു. മനസ്സിലായോ? ഇത്രയും നമ്മൾ ഓർത്തിരിക്കണം. ജെയിൻ കിങ് ആയിരുന്നു. ഇനി ഭാരതത്തിലെ ഏറ്റവും ശക്തനായ ജെയിൻ കിങ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും ഫാക്ടുകൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇത് ഹതികുംഭ എന്ന് പറയുന്നത് എന്താണ്? അത് പ്രാകൃതി ഭാഷയിൽ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ഇത് എവിടെയാണ്? ഇത് ഉദയഗിരിയിലാണ്. ഉദയഗിരി എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിൽ എവിടെയാണ്? ഭുവനേശ്വറിനടുത്താണ്. ഇവിടെ കാണപ്പെടുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ഇനി ഇൻസ്ക്രിപ്ഷൻ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ആരാണ്? ജൈന രാജാവായ ജെയിൻ കിങ് ആയ കരവേലനാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം? നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ഇൻസ്ക്രിപ്ഷൻ. ഇതൊരു കേവ് പോലെയുള്ളൊരു സ്ട്രക്ചറിൽ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ കേവുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്രാതീത കാലത്ത് ധാരാളം ട്രാവലേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ കാരവനുകൾ എന്നാണ് വിളിക്കുന്നത്. വർത്തക സംഘങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇവരായിരുന്നു കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്നത്. അറബ് കാരവൻസും ഇന്ത്യൻ കാരവൻസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈശ്യർ എന്ന് പറയുന്നൊരു ജാതി തന്നെ പ്രിഡോമിനന്റ് ആയിട്ട് ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ റെസ്റ്റ് ചെയ്തിരുന്നു. ഈ ട്രാവൽ വരുന്ന ഒരു ഗ്രൂപ്പ്, കരവൻ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസും ആനിമൽസും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളുമായിട്ടുള്ള ട്രാവലാണ്. അപ്പോൾ ഇവർക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരം സ്ഥലങ്ങളിലാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് കാണുന്നത്. കാരണം ഒരു രാജാവിനെ പറ്റി കൂടുതൽ അറിയുകയും ഇവര് നാട് നീളെ എന്ത് ചെയ്യും? ഈ രാജാവിനെ പറ്റി കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തിരിക്കുന്നതാണ് എന്ന് കാണാൻ പറ്റും. അടുത്ത റോക്ക് ഇൻസ്ക്രിപ്ഷനിലേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ. ജുനഗഡ് ഓർത്ത് വെച്ചേക്കണം. ഇത് രുദ്രദാമൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെയാണ്. രുദ്രദാമൻ ഫസ്റ്റ് ആണ്. താഴോട്ട് പോകുന്ന പോയിന്റിൽ ഞാനത് പറയുന്നുണ്ട്. ഈ ഇൻസ്ക്രിപ്ഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ്. നമുക്ക് നോക്കാം. ഈ ഒരു ഇൻസ്ക്രിപ്ഷന്റെ മറ്റൊരു പേരാണ് ഗിർണർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് രുദ്രദാമൻ. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ ജുനഗഡ് പഠിച്ചിട്ട് പോവും. ഇതാണ് ചോദ്യത്തിലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓർത്തിരിക്കണം. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗിർണർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്നതും ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം എവിടെയാണ് ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ വരുന്നത്. ഇത് പ്രധാനമായിട്ടും എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു സാൻസ്ക്രിറ്റ് പ്രോസ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് പ്രാകൃതാണ് ഭാഷയെങ്കിൽ ഇവിടെ സാൻസ്ക്രിറ്റ് ആണ്. സാൻസ്ക്രിറ്റ് പ്രോസ് ആണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലിപിയെ പറ്റി ഇവിടെ ബോധേഡാവേണ്ട കാര്യമില്ല. സാൻസ്ക്രിറ്റിന് എന്തുണ്ട്? ലിപി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സാൻസ്ക്രിറ്റ് പ്രോസ് ഇൻസ്ക്രൈബ്ഡ് ബൈ വെസ്റ്റേൺ സത്പുര റൂളർ. സത്പുര എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്പുര എവിടെയാണ് വരുന്നത്? സത്പുര നമ്മുടെ ഗുജറാത്ത് റീജിയനിലാണ് വരുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഗിർണാർ ഹിൽസ് നിയർ ജുനഗഡ്, ഗുജറാത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഗിർണാർ ഹിൽസിലാണ്. ഇതൊക്കെ ചോദിക്കാം. എങ്ങനെയാ കണക്ട് ചെയ്യാം? ഹിൽസ് വന്നിട്ട് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് എന്ന് എവിടെയാണ് എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. 4 തന്നാൽ അതിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓർത്ത് വെക്കണം. ഗിർണാർ ഹിൽസ്. ഗിർണാർ, മറ്റേത് ഉദയഗിരി ഹിൽസ് ആയിരുന്നു. ഇത് ഗിർണാർ ഹിൽസ് ആണ് അല്ലേ? ജുനഗഡ് ആണ്, ഗുജറാത്തിലാണ് ജുനഗഡ്. ഓക്കെ, ഇത് ഏതാണ്ട് 180 സിയിലാണ്. അതായത് ക്രിസ്താബ്ദം 180, ക്രിസ്തുവിന് ശേഷമുള്ള ഒരു 180 കാലഘട്ടത്തിലാണ് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ ആണ് പഠിച്ചത്. ആരാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? രുദ്രദാമൻ ഫസ്റ്റ് ആണ്. രുദ്രദാമൻ എന്ത് പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്? ഈ ഇൻസ്ക്രിപ്ഷൻ എന്ത് പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്? ഗിർണാർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് രുദ്രദാമൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് എന്താണ് ലേഖനം ചെയ്തിരിക്കുന്നത്? ഇതൊരു സാൻസ്ക്രിറ്റ് പ്രോസ് ആണ്. പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗദ്യരൂപേണ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ക്യാപ്ഷൻ ആണ്. അതായത് പ്രോസ് എന്ന് പറഞ്ഞാൽ കഥ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ പ്രോസ് എന്ന് വിളിക്കുന്നത്. സാൻസ്ക്രിറ്റ് പ്രോസ് ആണ്. ഇത് വെസ്റ്റേൺ സത്പുര റൂളറായിട്ടുള്ള രുദ്രദാമൻ ഫസ്റ്റ് ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഏത് ഹില്ലിലാണ് ഇതുള്ളത്? ഇത് ഗിർണാൽ ഹില്ലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
അതെവിടെയാണ് ഗിർനാർ ഹില്ല്? ഇത് ജുനഗഡിലാണ്. ജുനഗഡ് ഗുജറാത്തിലാണ്. ഓക്കെ, ഇത് ഏതാണ്ട് AD 180 കാലഘട്ടത്തിലാണിത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. ഓക്കെ, ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുക. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഈ പറയുന്ന കൺസേൺഡ് ഇൻസ്ക്രിപ്ഷൻ. ഈ ഒരു കാണുന്ന ഇമേജിൽ കാണുന്നതാണ് ഇൻസ്ക്രിപ്ഷൻ. അടുത്തതിലേക്ക് പോവുകയാണ്. നാനാഗഡ് ഇൻസ്ക്രിപ്ഷൻ. നാനാഗഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നാസിക്കിലാണ്, നാസിക് റീജിയനിലാണ്, നാസിക്കിന്റെ റീജിയനിലാണ്, അതായത് മഹാരാഷ്ട്രയുടെ റീജിയനിലാണ് ഇൻസ്ക്രിപ്ഷൻ വരുന്നത്. നാസിക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ഇൻസ്ക്രിപ്ഷൻ നമ്മൾ അടുത്തതിൽ പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വരുന്നതാണ് നാനാഗഡ്. നാസിക്കും നാനാഗഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് എന്തിനെ പറ്റി കിട്ടുന്നു? നമുക്ക് ശതവാഹന എംപയറിനെ പറ്റി അറിവ് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഏതാണ്ട് കർണാടക മുതൽ ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരം വരെ തെക്കൻ തീരം വരെ വ്യാപിച്ചു കിടന്ന ഒരു വലിയ ഭരണകൂടമാണ് ശതവാഹന റൂളേഴ്സ്. ഈ ശതവാഹനന്മാരെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നാനാഗഡ് ഇൻസ്ക്രിപ്ഷനും ഒപ്പം തന്നെ നാസിക്കുമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ശതവാഹന റൂളേഴ്സിനെ പറ്റി ഉള്ള ഇൻഫർമേഷൻ തരുന്ന ഈഡിക്സുകൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? നാസിക് ഇൻസ്ക്രിപ്ഷനും നാനാഗഡ് ഇൻസ്ക്രിപ്ഷനുമാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആരാണ് നാനാഗഡ് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? അത് നാഗനിഘ എന്ന് പറയുന്ന ഒരു റൂളറാണ്. നാഗനിഘ എന്ന് പറയുന്ന ഒരു റൂളറാണ് ഇത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നാസിക് കൂടെ നോക്കേണ്ടതുണ്ട്. നാസിക് നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ട്, അതുകൂടി ചേർത്ത് നമുക്കത് പഠിക്കാം. ഇതാണ് നാനാഗഡ് ഇൻസ്ക്രിപ്ഷൻ. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഇമേജ് ആണ് നാനാഗഡ് ഇൻസ്ക്രിപ്ഷൻ. അടുത്തത് നാസിക് ഇൻസ്ക്രിപ്ഷൻ ആണ്. രണ്ടും ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഇതിലേക്ക് ക്ലബ് ചെയ്ത് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നാനാഗഡും നാസിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും എന്താണ്? സൗത്ത് ഇന്ത്യയിലെ ആ ഒരു റീജിയനെ പറ്റി അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ റീജിയനെ പറ്റി പരാമർശിക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഈസ് നാസിക് ഇൻസ്ക്രിപ്ഷൻ. ഗൗതമപുത്ര ശതകർണി എന്നൊരു പേര് ഓർത്തു വെച്ചേക്കുക. ഈ നാസിക് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്ത രാജാവ്, അതായത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ് ഗൗതമി എന്നുള്ളത്. ആ ഒരു പേരിനോട് ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ ആണിത്. അപ്പോൾ ഓർത്തിരിക്കണം, ഗൗതമപുത്ര ശതകർണി ഓഫ് ശതവാഹന കിങ്ഡത്തിലെ ഗൗതമപുത്ര ശതകർണി എന്ന് പറയുന്ന രാജാവ് തന്റെ അമ്മയുടെ പേരിനോടൊപ്പം ചേർത്ത് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് നാസിക് ഇൻസ്ക്രിപ്ഷൻ. ഈ നാസിക് ഇൻസ്ക്രിപ്ഷന്റെ യഥാർത്ഥ നെയിം എന്ന് പറഞ്ഞാൽ നാസിക് പ്രശസ്തി എന്നാണ്. പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർ അവരുടെ സ്വന്തം പ്രശസ്തി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അറിയുന്നതിന് വേണ്ടി നടത്തുന്ന ഡിക്ലറേഷൻ ആണ് ഈ പറയുന്ന പ്രശസ്തി എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടു. ഈ ഗൗതമി ബാലസാരി എന്ന് പറയുന്ന ഒരാൾ, മറ്റേ രാജാവാണത് ഇൻസ്ക്രിപ്ഷൻ പുറപ്പെടുവിക്കുന്നത്. ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഈ നാസിക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക് ഇൻസ്ക്രിപ്ഷൻ വരുന്നത് ഒരു വലിയ ഒരു ഹാളിനകത്തായിട്ടാണ്. ഒരു ഹാളിനകത്ത് വരുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഒരു ഏരിയയിൽ ഡെഫിക്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഇൻസ്ക്രിപ്ഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കണ്ടുണ്ട്. അതിന്റെ ഉത്തരമാണ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കേവ് നമ്പർ 3. കേവ് 3യിലാണ് ഈ ഒരു ഇത് കാണുന്നത്. അതായത് ഈ ഒരു നാസിക് ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നാസിക് പ്രശസ്തി എന്ന് പറയുന്നത് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇത് കമ്മീഷൻ ചെയ്തത് ഗൗതമി ബാലസാരി എന്ന് പറയുന്ന രാജാവാണ്. അതായത് ഇത് ഇറക്കിയത്, ഇഷ്യൂ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇത് അവിടുത്തെ റൂളറായിരുന്ന ഗൗതമപുത്രി ശതകർണി എന്ന് പറയുന്ന രാജാവാണ്. പക്ഷെ ഇത് കമ്മീഷൻ ചെയ്യുന്നത് ഗൗതമി ബാലസാരി എന്ന് പറയുന്ന റൂളറാണ്. ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നാസിക്കിലാണ്. നാസിക് എവിടെയാണ്? നാസിക് മഹാരാഷ്ട്രയിലാണ്. ഓർത്തിരിക്കേണ്ടതാണ്. നാസിക് എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്. നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആരാണ്? ഗൗതമപുത്രി ശതകർണിയാണ്. ഇതിലെന്താണ് വരുന്നത്? അച്ചീവ്മെന്റ് വെയർ റെക്കമെൻഡ് നാസിക് ഇൻസ്ക്രിപ്ഷൻ. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് ആണ്, ഈ രാജാവ് നേടിയ വിജയങ്ങളും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുമാണ് ഇതിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരിലാണ്
ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ശതകർണി എന്ന് പറയുന്ന രാജാവ് തൻ്റെ അമ്മയുടെ പേരിലാണത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, പലപ്പോഴും കണ്ടുവരുന്നതാണ്. അപ്പം നാസിക് ഇൻസ്ക്രിപ്ഷനെ പറ്റി ഓർത്തിരിക്കുക, ഗൗതമബുദ്ധ ശതകർണിയെ പറ്റി ഓർത്തിരിക്കുക, നാസിക് എന്ന് പറയുന്ന ഒരു പ്രദേശം ഓർത്തിരിക്കുക. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കണ്ടന്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണ്ട, ഇത്രയും കണ്ടന്റുകൾ നോക്കിയാൽ മതി. ഈ കാണുന്ന ഒരു കോംപ്ലക്സിനകത്താണ് ഈ പറയുന്ന കൺസേൺഡ് ടോപ്പിക്ക് വരുന്നത്. ഇത് നമ്മൾ 4 ഇൻസ്ക്രിപ്ഷനുകൾ കണ്ടു. 4 ഇൻസ്ക്രിപ്ഷനുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കണ്ടന്റുകൾ വരും ദിവസങ്ങളിൽ ഓരോരോ ഇൻസ്ക്രിപ്ഷനുകളായിട്ട്, അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ, അതിനുശേഷം അശോകന്റെ മാത്രം ഇൻസ്ക്രിപ്ഷനുകൾ, ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് വലിയ ഹെക്ടിക് ലോഡ് ഇല്ലാതെ വളരെ കുറച്ച് കണ്ടന്റുകളായിട്ട് 3 or 4 ടോപ്പിക്കുകളായിട്ടും കണ്ടന്റ് തരിക. അവ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.